നമസ്കാരം, ഞാൻ ആതിര വിജിയാണ്. വെൽക്കം ടു മൈ ചാനൽ വിജി എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വിവരാവകാശ നിയമം 2005. ഈ വിവരാവകാശ നിയമത്തിലെ തന്നെ പ്രത്യേക സെക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസും ഷെഡ്യൂൾസും ചാപ്റ്റേഴ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ പറയുന്നത് ഈ വിവരാവകാശ നിയമം 2005 ടോട്ടൽ എത്ര ഷെഡ്യൂൾ ഉണ്ട്? 2 ഷെഡ്യൂളാണ് ടോട്ടൽ ആയിട്ടുള്ളത്. 2 ഷെഡ്യൂൾസും 6 ചാപ്റ്റേഴ്സും 31 സെക്ഷൻസും അടങ്ങുന്നതാണ് ഈ വിവരാവകാശ നിയമം 2005. ഇതിൽ ഷെഡ്യൂൾസിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. 2 ഷെഡ്യൂൾസ് ആണ് ഉള്ളത്. ആദ്യത്തെ ഷെഡ്യൂളിൽ പറയുന്നത് എന്താണ്? പ്രതിജ്ഞ, അതായത് ഇതിലെ അംഗങ്ങളുടെ, വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ പ്രതിജ്ഞ അല്ലെങ്കിൽ ഓത്തിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾസ് ആണ് ആദ്യത്തെ ഷെഡ്യൂൾ. ഒന്നാമത്തെ ഷെഡ്യൂൾ ആണ് ഓത്തിനെ കുറിച്ച് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഷെഡ്യൂൾ എന്തെന്ന് ചോദിച്ചാൽ, ഈ രണ്ടാമത്തെ ഷെഡ്യൂൾ ആണ് ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നിഷേധിക്കുവാനുള്ള അധികാരമുണ്ട്. അങ്ങനെ പറയുന്ന പട്ടിക ഏതെന്ന് ചോദിച്ചാൽ, അതിനെക്കുറിച്ച് ഏതൊക്കെ സ്ഥാപനങ്ങളാണെന്ന് മെൻഷൻ ചെയ്യുന്ന പട്ടിക ഏതെന്ന് ചോദിച്ചാൽ അതാണ് രണ്ടാമത്തെ പട്ടിക. ഇങ്ങനെ 2 പട്ടികകളാണ് ഈ വിവരാവകാശ നിയമപ്രകാരം ഇതിലുള്ളത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നാണ്. മൊത്തത്തിൽ 6 ചാപ്റ്റേഴ്സ് ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രാരംഭം അല്ലെങ്കിൽ പ്രിലിമിനറി എന്ന് പറയാം. അതായത് ടോപ്പ് ഒരു ആക്ട് എടുത്താൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പ്രിലിമിനറി ചാപ്റ്ററിലാണ് പറയുന്നത്. നമുക്കിനി ഇമ്പോർട്ടന്റ് ആയി വരുന്നത് ഈ രണ്ടാമത്തെ ചാപ്റ്റർ മുതലാണ്. ഇതിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? റൈറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ഓഫ് പബ്ലിക് അതോറിറ്റി. പബ്ലിക് അതോറിറ്റി എന്ന് വെച്ചാൽ പൊതു അധികാരി. പൊതു അധികാരികളുടെ കടമകൾ എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് എന്താണ്, അവരുടെ കടമകൾ എന്താണ് എന്നതിനെ കുറിച്ച് പറയുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ ചാപ്റ്റർ 2. ഈ ചാപ്റ്റർ 2 എടുത്തു നോക്കുമ്പോൾ നമുക്ക് അവരുടെ പബ്ലിക് അതോറിറ്റി ആയിട്ടുള്ള അവരുടെ കടമകൾ എന്താണെന്ന് മനസ്സിലാകും. ഇനി മൂന്നാമതായിട്ട് വരുന്ന എന്താണ്? മൂന്നാമത്തെ ചാപ്റ്ററിലാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അഥവാ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണിത്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ഏതെന്ന് ചോദിച്ചാൽ അതാണ് ചാപ്റ്റർ 3. എന്നാൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, സെൻട്രലിനെ പോലെ തന്നെ സംസ്ഥാന തലത്തിൽ വിവരാവകാശ കമ്മീഷൻ ഉണ്ട്. അങ്ങനെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ ചാപ്റ്റർ ഏതെന്ന് വെച്ചാൽ അത് ചാപ്റ്റർ 4. മൂന്നാമത്തെ ചാപ്റ്റർ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും 4ാമത്തെ ചാപ്റ്റർ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനുമാണ്. ഇനി 5ാമത്തെ ചാപ്റ്റർ എടുത്തു നോക്കിയാൽ ഈ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ പവർ ആൻഡ് ഫങ്ഷൻസ് ആണ് 5ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. പവർ ആൻഡ് ഫങ്ഷൻസ് പറയുന്ന ചാപ്റ്റർ എന്ന് വെച്ചാൽ അത് 5ാമത്തെ ചാപ്റ്റർ. ഇനി കോമൺ ആയിട്ട് വരുന്ന മിസലേനിയസ്, ഇതിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ മാത്രം ഈ പലവക എന്ന ഹെഡില് 6ാമത്തെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ടോട്ടൽ എത്ര ചാപ്റ്റർ ആണുള്ളത്? 6 ചാപ്റ്റർ ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്രിലിമിനറി ആൻഡ് സെക്കൻഡ് വൺ ഈസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഓർ ഒബ്ലിഗേഷൻ ഓഫ് പബ്ലിക് അതോറിറ്റി. പൊതു അധികാരികളുടെ കടമകൾ ആണ് ഇതിൽ പറയുന്നത്. മൂന്നാമതായിട്ട് വരുന്ന CIC അഥവാ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. 4ാമതായിട്ട് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. 5ൽ പറയുന്ന ഏതാണ്? അവരുടെ പവർ ആൻഡ് ഫങ്ഷൻസ് പറയുന്ന ചാപ്റ്റർ 5. 6ആയിട്ട് വരുന്നത് മിസലേനിയസ്. ഇനി നമുക്ക് 31 സെക്ഷൻ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അതിൽ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് 2F. ഈ സെക്ഷൻ 2ലാണ് ഇതിനെ കുറിച്ചുള്ള നിർവചനങ്ങൾ എന്തൊക്കെയാണ്. ഈ ഇതിൽ പൊതു അധികാരി, നേരത്തെ പറഞ്ഞല്ലോ, പൊതു അധികാരി എന്താണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്താണ് ഇൻഫർമേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പൊതുവായിട്ടൊരു നിർവചനം കൊടുക്കുന്ന സെക്ഷൻസ് ആണ് സെക്ഷൻ 2. ഈ സെക്ഷൻ 2ൽ സബ് ക്ലോസ് കുറെ ഉണ്ട്. അതിൽ ഓരോന്നിന്റെയും എന്തൊക്കെ നിർവചനങ്ങൾ, എന്തൊക്കെ ഡെഫിനിഷൻസ് ആണ് നൽകുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇത് സെക്ഷൻ 2F. 2Fൽ എന്താണ് പറയുന്നത്? ഇൻഫർമേഷൻ അഥവാ വിവരം എന്നാൽ എന്ത്? വിവരാവകാശ നിയമപ്രകാരം ഇൻഫർമേഷൻ അഥവാ വിവരം എന്നാൽ എന്ത് എന്നതിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 2F. അതായത് ഒരു സർക്കാർ ഫയലോ സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും നമുക്ക് ഏതൊക്കെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ് നമ്മൾ ഈ വിവരങ്ങൾ എന്നത് ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു സർക്കാർ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ പൊതു അധികാര സ്ഥാപനത്തിൽ നമ്മൾ പോകുമ്പോൾ ഇൻഫോർമേഷൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ കളക്ട് ചെയ്യാം, ഫയൽസോ മെമ്മോസോ അങ്ങനെയൊക്കെ എന്തൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അതെല്ലാം ഈ ഇൻഫർമേഷൻ വിവരം എന്നതിൽ വരും.
ഇനി രണ്ടാമതായിട്ട് പറയുന്ന സെക്ഷൻ, അപ്പൊ 2F ചോദിച്ചാൽ ഏതാണ്? ഇൻഫോർമേഷൻ. ഇനി രണ്ടാമതായിട്ട് വരുമ്പോൾ 2I, സെക്ഷൻ 2 ഐയിൽ വരുന്ന എന്താണ്? രേഖ അഥവാ ഡോക്യുമെന്റ്. രേഖ അഥവാ ഡോക്യുമെന്റ് പറയുന്ന സെക്ഷനാണ് 2I. ഈ 2I രേഖ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു സർക്കാർ ഫയൽ, ഒരു സർക്കാർ ഓഫീസിൽ കയറി ചെല്ലുകയാണ്. അവിടെ എന്തുണ്ട്? ഒരു ഫയൽസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഫയൽ ആക്സസ് ചെയ്യണം, ഫയൽ നമുക്ക് അത് വേണം, അങ്ങനെ വരുന്ന മെമ്മോസ്, ഡിജിറ്റൽ ഫയൽസ്, ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുത്താം? രേഖയിൽ ഉൾപ്പെടുത്താം. വെറും ഒരു പേപ്പർ ഫയൽ കൂടാതെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള CD ക്യാഷ് മെമ്മോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ രേഖയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഏതൊക്കെ രേഖകളാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ രേഖ എന്താണെന്ന് പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 2I. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 2H. 2H എന്താണ്? പൊതു അധികാരി എന്നാൽ എന്ത്? പൊതു അധികാരി എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനത്തിന്റെ കീഴിലോ ഭരണഘടനയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ കീഴിൽ നിർമ്മിതമായതോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങൾ വഴി നിർമ്മിതമായതോ ആയ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തിന്റെ അണ്ടറിൽ വരും? ഈ പബ്ലിക് അതോറിറ്റി അഥവാ പൊതു അധികാരി എന്നതിൽ വരും. ഈ പൊതു അധികാരിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കാവുന്നതാണ്? വിവരങ്ങൾ നേടുവാൻ സാധിക്കാവുന്നതാണ്. ഈ വിവരാവകാശ അപേക്ഷ നൽകുവാൻ നമുക്ക് ഈ പൊതു അധികാരിക്ക് പറ്റുന്നതാണ്. അത് ഈ പൊതു അധികാരിയെ പറയുന്ന, പബ്ലിക് അതോറിറ്റി പറയുന്ന സെക്ഷനാണ് 2H. ഇനി അടുത്ത് വരുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള സെക്ഷൻസ് ആണ്. തേർഡ് പാർട്ടി, മൂന്നാം കക്ഷിയെ പറ്റി പറയുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ, സെക്ഷൻ മൂന്നാം പാർട്ടിയെ കുറിച്ച് പറയുന്ന നിർവചനം ഏതിലാണെന്ന് ചോദിച്ചാൽ അതാണ് 2N. 2N-ലാണ് തേർഡ് പാർട്ടി എന്നാൽ എന്ത് എന്ന് പറയുന്നത്. വിവരാവകാശം, നമ്മളൊരു വിവരാവകാശ അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു പൗരനല്ലാത്ത വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം? തേർഡ് പാർട്ടി അഥവാ മൂന്നാം കക്ഷി എന്ന് പറയാം. അത് ചിലപ്പോൾ സ്ഥാപനങ്ങളാകാം, ഒരു കൂട്ടം വ്യക്തികളായിരിക്കാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. ഇതെല്ലാം എന്ത് തന്നെയാണ്? മൂന്നാം കക്ഷി അഥവാ തേർഡ് പാർട്ടിയാണ്. ഇനി 2J ആണെങ്കിൽ വിവരാവകാശം ബേസ് ആയിട്ടുള്ളതാണ്. വിവരാവകാശം എന്നാൽ എന്ത്? നമുക്ക് എന്താണ് വിവരാവകാശം എന്നതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന സെക്ഷൻസ് ആണ് 2, അല്ലെങ്കിൽ അതിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നതാണ് 2J. അപ്പൊ ഇത്രയും നോക്കുന്നത് ഈ സെക്ഷൻ 2 തന്നെ വരുന്നത് എത്രയാണ്? നിർവചനം. സെക്ഷൻ 2 2F എന്താണ് പറയുന്നത്? ഇൻഫർമേഷൻ. 2I ആണ് രേഖ. 2H ചോദിച്ചാൽ അത് പബ്ലിക് അതോറിറ്റി. 2N ആണെങ്കിൽ അത് തേർഡ് പാർട്ടി. ലാസ്റ്റ് വൺ ഈസ് 2J ആണെങ്കിൽ വിവരാവകാശം. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ 2 വരുന്ന ഡെഫിനിഷൻസിൽ വരുന്നത്. ഇനി നമുക്ക് ഇത് കൂടാതെ ബാക്കിയുള്ള സെക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയ ഏതൊക്കെയെന്ന് നോക്കാം. ഇതിൽ നമുക്ക് 2 സെക്ഷൻസ് ഒരുമിച്ച് പഠിക്കാം. സെക്ഷൻ 8 സെക്ഷൻ 24. അതെന്താണെന്ന് വെച്ചാൽ, സെക്ഷൻ 8 ആണെങ്കിൽ വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയ വിവരങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8. നമ്മുടെ ഈ വിവരാവകാശ നിയമപ്രകാരം ഒരു ഓഫീസിൽ കയറി ചെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യണമെന്ന് ഈ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ, അതായത് ഈ രാജ്യസുരക്ഷ, അങ്ങനെയുള്ള രാജ്യസുരക്ഷയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ പലപ്പോഴും വെളിപ്പെടുത്താറില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയ വിവരങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല ഈ നിയമപ്രകാരം, അതെല്ലാം പറയുന്നതാണ് ഈ സെക്ഷൻ 8. വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയ വിവരങ്ങൾ, എന്തൊക്കെ വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന സെക്ഷൻ 8ഉം ഏതൊക്കെ സ്ഥാപനങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് 24. നമ്മൾ നേരത്തെ ഇത് പഠിച്ചു. ഏത് സ്ഥാപനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന ഷെഡ്യൂൾ ഏതെന്ന് പഠിച്ചു. ഷെഡ്യൂൾ 2-ലാണ് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നതെന്ന് പഠിച്ചു. അത് ഷെഡ്യൂൾ 2ഉം. സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ സെക്ഷൻ 24. അപ്പൊ സെക്ഷൻ 8 വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയ വിവരങ്ങളും, സെക്ഷൻ 24 ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചാൽ മതി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 9. സെക്ഷൻ 9 എന്താണ്? ചില വിവരങ്ങൾ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും? അത് പകർപ്പവകാശ ലംഘനമായി തീർന്നേക്കാം. ഒരാൾ പേറ്റന്റ് എടുത്ത് വെക്കുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പകർപ്പവകാശ ലംഘനമായി തീർന്നേക്കാവുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻസ് ചോദിച്ചാലാണ് സെക്ഷൻ 9. അതാണ് പകർപ്പവകാശ ലംഘന വിവരങ്ങൾ. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ 11 PQ ആണ്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 11 പറയുന്നതാണ് തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി അഥവാ മൂന്നാം കക്ഷി. മൂന്നാം കക്ഷിയെ പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 11. അതായത് എന്താണ്? വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്ന ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു പൗരനല്ലാത്ത
ഒരു പൗരനല്ലാത്ത വ്യക്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തേർഡ് പാർട്ടി അഥവാ മൂന്നാം കക്ഷി എന്ന് പറയുന്നത്. ഈ മൂന്നാം കക്ഷിയിൽ എന്തുൾപ്പെടാം? സ്ഥാപനങ്ങൾ അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ, ഇവയെല്ലാം നമുക്ക് ഈ തേർഡ് പാർട്ടിയിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്ത് ചോദിക്കാൻ പോകുന്നത് സെക്ഷൻ 12. സെക്ഷൻ 12, 13, 14 ഇത് മൂന്നും നമ്മൾ ഒരുമിച്ചാണ് പഠിക്കാനുള്ളത്. സെക്ഷൻ 12, 13, 14. അതായത് ഈ സെക്ഷൻ 12 തൊട്ട് 14 വരെ മെയിൻ ആയിട്ട് പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അതായത് സെക്ഷൻ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപീകരണം പറയുന്നത് സെക്ഷൻ 12ഉം ആ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി പറയുന്നത് 13ഉം ഇനി ആ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പറയുന്നത് സെക്ഷൻ 14ഉം. അപ്പോൾ 12 ആണെങ്കിൽ CICയുടെ രൂപീകരണം, 13 ആണെങ്കിൽ എന്താണ്? അംഗങ്ങളുടെ അപ്പോയിന്റ്മെന്റ്, 14 ആണെങ്കിൽ അവരെ നീക്കം ചെയ്യൽ. ഈ 12 തൊട്ട് CIC വരും, 12 to 14 വരെ. ഇനി 15 എടുക്കുകയാണെങ്കിൽ ഏത് വരും? ഈ സെൻട്രൽ മാറിയിട്ട് സ്റ്റേറ്റ് വരും. സെക്ഷൻ 15 ആണെങ്കിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപീകരണവും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 15 സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപീകരണവും, 16 വരുമ്പം അവരുടെ കാലാവധി, 17 വരുമ്പോൾ അവരുടെ നീക്കം ചെയ്യുന്ന പ്രോസസ്. സെയിം തന്നെയാണ് 12 CIC സ്റ്റാർട്ട് ചെയ്യുന്നു ഓർത്താൽ മതി. 12 CIC സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ 13 കാലാവധി ആയിരിക്കും, 14 നീക്കം ചെയ്യലായിരിക്കും. അടുത്ത 15 വരുമ്പോഴാണ് സ്റ്റേറ്റ് വരുന്നത്, 16 കാലാവധി, 17 നീക്കം ചെയ്യൽ. ഇനി അടുത്ത് പറയുന്ന രണ്ടെണ്ണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അപ്പീലിന്റെ ഒക്കെ പഠിച്ചായിരുന്നു. ഈ സെക്ഷൻ 19 അപ്പീൽ, നമുക്ക് അപ്പീൽ അധികാരമുണ്ടെന്ന് പഠിച്ചു. PIOക്ക് കൊടുക്കുക, PIOക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒന്നാം അപ്പീൽ, അങ്ങനെ രണ്ടാം അപ്പീൽ 30 ദിവസത്തിനകം ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. അങ്ങനെയുള്ള സെക്ഷൻ, ആ അപ്പീലിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 19 ഇനി അടുത്ത് വരുന്നത് പിഴ അഥവാ ഫൈനിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 20. ഈ സെക്ഷനിൽ എന്താണ് പറയുന്നത്? മാക്സിമം എത്ര രൂപ വരെ പിഴ ലഭിക്കും? 25,000 രൂപ വരെ നമുക്ക് പിഴ ചുമത്താവുന്നതാണ്. അതെങ്ങനെയാണ്? പ്രതിദിനം 250 രൂപ നിരക്കിൽ PIOക്കെതിരെ മാക്സിമം എത്ര വരെ ആകാം? 25,000 രൂപ വരെ ആകാമെന്നാണ് ഈ സെക്ഷൻ അടിസ്ഥാനമായിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരമുള്ള ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആൻഡ് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതിൽ പട്ടിക 2 ഉണ്ടെന്ന് പറഞ്ഞു. ചാപ്റ്റേഴ്സ് മൊത്തത്തിൽ 6. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് 3ാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററും. അത് പ്രത്യേകിച്ച് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനുമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുമ്പോൾ അത് സെക്ഷൻസ് ആണ്. ഓരോ സെക്ഷൻ 2 ഡെഫിനിഷനെ കുറിച്ച് പറയുന്നത്. പിന്നെ സെക്ഷൻ 8 എന്താണ് പറയുന്നത്? വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള വിവരങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 8ഉം. സെക്ഷൻ 24 ഏതൊക്കെ സ്ഥാപനങ്ങൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സെക്ഷൻ 24ഉം. ഇനി 9 ആണെങ്കിൽ എന്താണ്? പകർപ്പവകാശ ലംഘന വിവരങ്ങൾ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് തേർഡ് പാർട്ടിയുടെ പറയുന്ന സെക്ഷൻ 11. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, തേർഡ് പാർട്ടി പറയുന്ന സെക്ഷൻ. അടുത്ത് 12 തൊട്ട് CICയുടെ രൂപീകരണം, 13 അതിന്റെ എന്താണ്? കാലാവധി, പിന്നെ നീക്കം ചെയ്യൽ. അടുത്ത് അതേപോലെ തന്നെ 15 വരുമ്പോൾ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപീകരണം, 16 കാലാവധി, 17 നീക്കം ചെയ്യൽ. ലാസ്റ്റ് പഠിച്ചതാണ് നമ്മൾ അപ്പീലിന്റെ ഫൈനിന്റെ. അപ്പീലിന്റെ സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 19ഉം പിഴ അല്ലെങ്കിൽ ഫൈനിന്റെ സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 20ഉം ആണ്.